ബി.ജെ.പിക്ക് 400 സീറ്റ് വേണം എന്ന് പറയുന്നതിൻ്റെ രഹസ്യം ഇപ്പോൾ പുറത്തായി. എൻ്റെ തോന്നലാണ്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, 300 കിട്ടിയപ്പോൾ ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചു, 400 കിട്ടിയാൽ ഗ്യാൻവാപ്പി പള്ളി, മധുര ക്ഷേത്രം ആ ലക്ഷ്യം പൂർത്തീകരിക്കും. പിന്നെ POK പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതാക്കും. ഇതിന് തന്നെയാണോ 400 വേണമെന്ന് പറയുന്നത്? ഹിമന്ത ബിശ്വ ശർമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു BJP ബുൾഡോസറാണ്. വളരെ പ്ലെയിനായിട്ട് സംസാരിക്കുന്ന മനുഷ്യൻ. തുറന്നു പറയും. ഈ റബ്ബറിന് 300 രൂപ വിലയാക്കിയാൽ 4 സീറ്റ് തരാം എന്ന് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞില്ലേ. എൻ്റെ അറിവിൽ ആ ഐഡിയ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആയിരുന്നു. പാംപ്ലാനിയുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചു. പക്ഷേ ആകെ വ്യത്യാസം ഇതേ ഉള്ളൂ. ഹിമന്ത പറഞ്ഞു പാംപ്ലാനി ആദ്യം സീറ്റ് തരണം, പിന്നെ 300 രൂപ തരും. ക്യാൻ യു ഡൂ ദാറ്റ്? അവിടെ പാംപ്ലാനി കുടുങ്ങി. അങ്ങനെയാണ് ആ ഡീല് നടക്കാതെ പോകുന്നത്. ഹിമന്ത ബിശ്വ ഇസ് നോട്ട് അപ്പോളജറ്റിക് അബൌട്ട് സച്ച് തിങ്സ്. അങ്ങനെ പറയുന്നത് സോ വാട്ട്, ദേ വൺ, ഞാൻ കൈക്കൂലിയും സംഗതിയൊന്നും അല്ലല്ലോ. റബ്ബറിന് 300 രൂപ വില കിട്ടണം. റബ്ബറിന് 300 രൂപ വില തരണമെങ്കിൽ യു ഹാവ് ടു പേ എ പൊളിറ്റിക്കൽ പ്രൈസ് ടു മീ, ക്വിറ്റ് പ്രോ ക്വോ. യു ഗിവ് ദാറ്റ് പ്രൈസ്, ഐ വിൽ സീ ദാറ്റ് യു ആർ ഗെറ്റിംഗ് 300 റുപ്പീസ്. ഈ ടൈപ്പാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ബട്ട് അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായൊരു പെശ കൊണ്ട് 300 സീറ്റ് കിട്ടിയപ്പോൾ രാം മന്ദിർ പണിഞ്ഞു എന്ന് പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയല്ല. സുപ്രീം കോടതി വിധി വന്നപ്പോൾ രാം മന്ദിർ പണിഞ്ഞു, അതാണ് സത്യം. ഗവൺമെൻറ്റിൻ്റെ ഒരു എഫേർട്ടും അതിലില്ല. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. ഗവൺമെൻറ് ഇതിലൊരു പാർട്ടിയല്ല, സെൻട്രൽ ഗവൺമെൻറ് ഒരു പാർട്ടിയേ അല്ല രാമക്ഷേത്രത്തിൻ്റെ കേസ്. ബട്ട് വിധി വന്നു കഴിഞ്ഞപ്പോൾ രാമക്ഷേത്രം ആവാം. ബട്ട് അത് എങ്ങനെ ആവാം എന്ന് പറഞ്ഞ് വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ അടി നടക്കും. അതുകൊണ്ട് സുപ്രീം കോടതി ഗേവ് എ ഡയറക്ഷൻ ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ സ്ഥലം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുകയാണല്ലോ. അവർ പറഞ്ഞു സ്ഥലം നിങ്ങൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന് കൈമാറുക, ആൻഡ് ലെറ്റ് ദ ട്രസ്റ്റ് കൺസ്ട്രക്ട് ദ ടെമ്പിൾ. ഇങ്ങനെയാണ് പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. BJP ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ രാമക്ഷേത്രം പണിയുമായിരുന്നു. കോടതി വിധിച്ചാലും കോടതി വിധിച്ചാൽ വേറെ എന്തെങ്കിലും തടസ്സം പറയുകയോ പിടിക്കുകയോ ഒക്കെ കേസുണ്ട് നമ്മുടെ മുന്നിൽ. ഇല്ല, ഈ കോടതി വിധി അങ്ങനെ മറികടക്കാൻ പറ്റിയൊരു വിധിയല്ല. കാരണം ഇതിന് വേറൊരു റിലീഫ് ഇല്ലല്ലോ. എന്നാലും UPA ഭരണമായിരുന്നെങ്കിൽ എന്നാലോചിക്കുമ്പോൾ UPA ഭരണത്തിൽ അവരിത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമെന്നുള്ളത് തീർച്ചയാണ്. NDA തടസ്സപ്പെടുത്താൻ നോക്കിയില്ല. പക്ഷേ NDA കാരണമാണ് ഇത് രാമക്ഷേത്രം വന്നത് എന്നുള്ളത് വസ്തുതാപരമായിട്ട് ശരിയല്ല. അത്ര വേഗം വന്ന് എന്നെങ്കിലും പറഞ്ഞൂടെ? അതും ശരിയല്ല, അതും ശരിയല്ല. NDA സർക്കാർ വാണ്ടഡ് ടു ഡിലേ ഇറ്റ്. ഇൻഫാക്ട് മോദി സർക്കാരോ? അതെ, മോദി സർക്കാർ കോടതിയിലെടുത്തത് പോകുന്ന വഴിക്ക് പോട്ടെ, നമ്മളായിട്ട് സ്പീഡപ്പ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പോകണ്ട. സ്പീഡപ്പ് ചെയ്യാനും പോകണ്ട, തണുപ്പിക്കാനും പോകണ്ട, ഒന്നും പോകണ്ട. അങ്ങനെ ഒരു കോൾഡ് ഷോൾഡറിങ് ആയിരുന്നു. അതൊരു കത്തുന്ന ഇഷ്യൂ ആണ്. അത് ലോജിക്കലായിട്ട് കോടതി എവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നോ അപ്പോൾ നമ്മൾ ചെയ്താൽ മതി. പക്ഷേ മോദി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ. രാമക്ഷേത്രത്തിൻ്റെ പേരിൽ BJP ക്യാമ്പയിൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. ബട്ട് ദേ വെർ നോട്ട് എ പാർട്ടി ഇൻ ദ കോർട്ട്. വാട്ട് ദേ ക്യാൻ ഡു? ദേ കുഡ് നോട്ട് ഹാവ് ഡൺ എനിത്തിങ്. നാട്ടുകാർ മുഴുവൻ പോയിട്ട് അതിൽ കക്ഷി ചേർന്നതാണ് എല്ലാവരും. എല്ലാവരെയും സുപ്രീം കോടതി പറഞ്ഞു വിട്ടു. എല്ലാ ഇൻ്റർവീനിങ് ആപ്ലിക്കേഷനും ഇടയ്ക്ക് വെച്ച് ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ ഇത് എല്ലാ ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ 33 ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞു. അതിൽ ഈ പ്രശാന്ത് ഭൂഷൺ, ഇന്ദിരാ ജയ്സിംഗ് ഇവരുടെയൊക്കെ സംഘടനകൾ, പൊതു താല്പര്യം എന്നൊക്കെ പറഞ്ഞ് സകലവനെയും പറഞ്ഞു വിട്ടു. ഒരേ ഒരു പെറ്റീഷൻ ഇദ്ദേഹത്തിന് കളയാൻ പറ്റിയില്ല. കാരണം അത് വേറൊരു ബെഞ്ചിൽ നിന്ന് വന്ന പെറ്റീഷനാണ്. അത് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പെറ്റീഷനായിരുന്നു, പൊതു താല്പര്യ ഹർജി. വേറൊരു ബെഞ്ചിൽ നിന്ന് അവർ ഈ ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് എല്ലാവരെയും പറഞ്ഞു വിടാൻ നേരത്ത് സ്വാമി പറഞ്ഞു, എന്നെ പറഞ്ഞു വിടരുത്,
എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് മറ്റേ ബെഞ്ചാണ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ യു ക്യാൻ സെൻഡ് മീ ബാക്ക് ടു ദ ഒറിജിനൽ ബെഞ്ച്, യു കനോട്ട് ഡിസ്മിസ് മൈ പെറ്റീഷൻ. അപ്പോൾ ദീപക് മിശ്ര പറഞ്ഞു യെസ് ദാറ്റ് ഈസ് ട്രൂ, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരെണ്ണം പോയിട്ട് ബാക്കിയെല്ലാം കളയാൻ പറഞ്ഞു. ഈ സമയത്തൊക്കെ കേന്ദ്ര സർക്കാർ നോക്കി നിൽക്കുകയാണ്. സോളിസിറ്റർ ജനറൽ അവിടെയുണ്ട്. ദേ ഡോണ്ട് ഹാവ് എ റോൾ. കാരണം ഈ പറഞ്ഞ സുന്നി വഖഫ് ബോർഡ്, രാമജന്മഭൂമി ന്യാസ്, പിന്നെ ആരാ ഒരു പാർട്ടി കൂടെ, ആകെ ഈ 3 പാർട്ടിയാണ് ഈ കേസിൽ. ഇതൊരു സിവിൽ കേസല്ലേ, ഒരു ടൈറ്റിൽ ഡീഡായിട്ട് ഇത് തുടങ്ങുന്നത്. ടൈറ്റിൽ ഡീഡിൽ പ്ലെയിൻറ്റിഫും ഡിഫൻഡൻറ്റും അല്ലാതെ തേർഡ് പാർട്ടിക്ക് റോളില്ല. ഈ തേർഡ് പാർട്ടി റോൾ സ്വാമി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ടു വർഷിപ്പ് എന്നുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് വെച്ചിട്ടാണ് സ്വാമി ഈ കേസിൽ കയറുന്നത്. ടൈറ്റിൽ തർക്കത്തിൽ സ്വാമിക്ക് കയറാൻ പറ്റില്ല. സോ ഹീ സെഡ് ഭൂമി ആരുടെയോ ടൈറ്റിൽ ആരുടെയോ ആയിക്കോട്ടെ, വർഷിപ്പ് ചെയ്യാനുള്ള എൻ്റെ അടിസ്ഥാനപരമായ അവകാശം അത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ടൈറ്റിൽ ഒരു ലീഗൽ റൈറ്റാണ് ഭൂമി. ഇപ്പോൾ ടൈറ്റിൽ തർക്കം തീരുമ്പോൾ ഭൂമി മുസ്ലിങ്ങളുടെ ആണെന്ന് കോടതി കണ്ടെത്തിയാലും എൻ്റെ റൈറ്റ് ആരാധിക്കാനുള്ള അവകാശം നിലനിൽക്കും. അതുകൊണ്ട് ഇതെനിക്ക് തരണം. ഇതാണ് സ്വാമിയുടെ ആർഗ്യുമെൻറ്റ്. ഒടുവിൽ സ്വാമിയുടെ ആർഗ്യുമെൻറ്റ് പരിഗണിക്കപ്പെട്ടില്ല, സ്വാമിയുടെ പേര് പോലും വന്നില്ല. ബട്ട് യു റീഡ് ദ ജഡ്ജ്മെൻറ്റ്, സുപ്രീം കോടതി ഈ രീതിയിലാണ് പോയിരിക്കുന്നത്. ടൈറ്റിൽ ആ ടൈറ്റിലിൻ്റെ അറ്റം അന്വേഷിച്ച് പോയാൽ അത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് വെച്ച് നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് ബ്ലാങ്കാണ്. ബട്ട് ആരാധിക്കാനുള്ള അവകാശം ഇവർക്ക് നിൽക്കുന്നു, ഹിന്ദുക്കൾക്ക്. അതുകൊണ്ട് ഇങ്ങനൊരു സന്നിഗ്ധാവസ്ഥയിൽ ഹിന്ദുക്കൾ അവിടെ ക്ഷേത്രം പണിയിട്ട് മുസ്ലിങ്ങൾക്ക് വേറൊരു 5 ഏക്കർ സ്ഥലം കൊടുക്കുക ഫോർ ദെയർ മസ്ജിദ്. അതല്ലെങ്കിൽ ഒരു സിവിൽ കേസിൽ ടൈറ്റിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുനിലിന് പിന്നെ കോമ്പൻസേഷനൊന്നും കിട്ടില്ല. ഭൂമി എൻ്റേതാണെന്ന് വിധി വന്നു, സുനിലിനും ഒരു 10 സെൻറ്റ് എവിടെയെങ്കിലും കൊടുക്കുക കേട്ടോ എന്ന് പറഞ്ഞൊരു വിധിയുണ്ടോ? ഈ വിധി വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ സുനിലിൻ്റേതാണ് എന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ബട്ട് ചില സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് പോകും, പിന്നെ അതിനപ്പുറത്തേക്ക് എവിഡൻസ് ഇല്ല. ബട്ട് എനിക്ക് റൈറ്റ് ടു വർഷിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗിവ് ഹിം റൈറ്റ് ടു വർഷിപ്പ്. സുനിലിൻ്റെ ഈ ഡൗട്ട്ഫുള്ളായിട്ടുള്ള ടൈറ്റിൽ അത് നിൽക്കുന്നത് കൊണ്ട് സുനിലിന് ഒരു 5 ഏക്കർ വസ്തു വേറെയും കൊടുക്കുക. ദിസ് ഈസ് വാട്ട് സുബ്രഹ്മണ്യൻ സ്വാമി ആർഗ്യൂഡ് ഏർലിയർ. ഓക്കെ, പക്ഷേ അതേതിൽ സെറ്റിൽഡ് ആയിട്ട് ഇതിൽ കേന്ദ്ര സർക്കാരിന് എന്താ റോൾ? അത് സംബന്ധിച്ചു. പക്ഷേ ഈ ഹിമന്ത ഇപ്പോൾ പറയുന്നത് 400 കിട്ടിയാൽ ഇപ്പോൾ ജ്ഞാൻവാപി പള്ളി അതിന് അവിടെ കൃഷ്ണൻ്റെ കൃഷ്ണജന്മഭൂമി സഫലമാക്കും, ക്ഷേത്രം സഫലമാക്കും. എങ്ങനെ എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ 300 കിട്ടിയാലും അത് ചെയ്യരുതോ? 300 കിട്ടിയപ്പോൾ രാമജന്മഭൂമി ചെയ്തല്ലോ, അതേ 300 വെച്ച് കൃഷ്ണ ജന്മഭൂമിയും ജ്ഞാൻവാപിയും ചെയ്യാമായിരുന്നു. See, go by facts. Legality is legality. I support Himanta Biswa Sharma. I have not seen him, but I am an admirer of that character. But then legality is legality. ജ്ഞാൻവാപിയിൽ കേസ് നടത്തുന്നത് വിഷ്ണു ശങ്കർ ജെയിൻ എന്നൊരു വക്കീലാണ്. അസാമാന്യ ഇൻ്റലിജൻസ് ഉള്ള ഒരു വക്കീൽ. അദ്ദേഹത്തിൻ്റെ വാദി, അവരുടെ കുടുംബം, പിന്നെ അതിൻ്റെ ശൃംഗാർ ഗൗരി ക്ഷേത്രം, വേറെ 110 ഇഷ്യൂസ് ജ്ഞാൻവാപിയിലുണ്ട്. How is that you are going to solve it merely because you had 400 seats in you? അപ്പോൾ ഈ പ്രസംഗം ഈ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം എന്താ? അതുകൊണ്ടാണ് ഞാൻ പ്രസംഗം ഈസ് പോളമിക്സ്. മേ ബി അത് എലക്ഷൻ്റെ ഒരു പ്രസംഗമാകാം. ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും എനിക്ക് ഫാക്റ്റായിട്ട് പറയാതിരിക്കാൻ വയ്യ. ഡു യു ഹാവ് എ ഫോർമുല? If there is a formula to kill the issue, you can do it even with 300 seats. If you are in power, പവറിന് അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറേ അധികം സൗകര്യങ്ങളുണ്ട്. പവറിനെ ബഹുമാനിക്കുന്ന കുറച്ച് പേരുണ്ട്. യു ഹാവ് മിലിറ്ററി വിത്ത് യു, യു ഹാവ് ലോക്കൽ ഗവൺമെൻറ് വിത്ത് യു. യോഗിയാണ് അവിടെ ഭരിക്കുന്നത്. ഈ സിറ്റുവേഷനിൽ ത്രൂ നെഗോസിയേഷൻസ് ഇഫ് യു സെറ്റിൽ ഇറ്റ് വെൽ ഫൈൻ. ഞാനിപ്പോഴും പറയുന്നത് വാരാണസിയിലെ ജ്ഞാൻവാപിയാണെങ്കിലും മധുരയിലെ കൃഷ്ണ ജന്മഭൂമിയാണെങ്കിലും ഇത് അമിക്കബിളി സെറ്റിൽ ചെയ്ത് ഗ്രേസ്ഫുള്ളി മുസ്ലിങ്ങൾ ആ ക്ലെയിം വിഡ്രോ ചെയ്യണം. ഇറ്റ് ബിലോങ്സ് ടു ഹിന്ദുസ്.
And it was not done by your ancestors, it was done by some foreigners. ഒരുപാട് കാലമായി പറയുന്ന ആ മുദ്രാവാക്യമാണ് ഇദ്ദേഹം ആവർത്തിക്കുക, കാശി മധുര ബാക്കി ഹേ. काशी मथुरा बाकी है, അത് हो जाएगा एक दिन. അതാണ് മധുരയും एक दिन ഗ്യാൻ हो ബാബിയും जाएगा. പറയുന്നത്. മധുരയിൽ ഓൾറെഡി കേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതേസമയം ഞാൻ അറിയുന്നത് ത്രൂ ഒരു അനൗദ്യോഗികമായ ഒരു നീക്കം യോഗി ആദിത്യനാഥ് മധുരയിൽ നടത്തിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് ഓഫർ ചെയ്തത് മധുരയ്ക്ക് പകരം 200 ഏക്കേഴ്സ് നിങ്ങൾക്ക് തരാം. പക്ഷേ അത് മധുരയ്ക്ക് അടുത്തായിരിക്കില്ല, ദൂരെ ആയിരിക്കും. ഐ വിൽ ഗിവ് യു 200 ഏക്കേഴ്സ്, പ്ലീസ് ലീവ് ദിസ്. ഈ സ്ഥലം വിട്ട് നിങ്ങൾ പോവുക, നിങ്ങൾക്ക് 200 ഏക്കർ ഞാൻ തരാം. ഇങ്ങനെ അനൗദ്യോഗികമായിട്ട്, ഔദ്യോഗികമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അനൗദ്യോഗികമായിട്ട് മുസ്ലിം ഗ്രൂപ്പിനോട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് രാമജന്മഭൂമി പോലെയല്ല. മുസ്ലിംസ് ഓൾസോ ഹാവ് റിയലൈസ് ദാറ്റ് ഇതൊരു ഫ്യൂട്ടൈൽ ഫൈറ്റാണ്, ചെയ്തുകൂടാത്തതാണ്. ആഫ്റ്റർ ആൾ ഹിന്ദു സമാജം നമ്മുടെ സഹോദരന്മാരാണ്, ശത്രുക്കളല്ല. ഭൂമിയിൽ എങ്ങും തന്നെ മുസ്ലിങ്ങൾ ഇത്രയും സുഖത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നില്ല, സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്നില്ല. അങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്ന ഹിന്ദു സമാജത്തിന് 2-3 സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ പുണ്യഭൂമിയൊന്നും അല്ലല്ലോ അത്. ഔറംഗസീബ് ചെയ്തു, ഷാജഹാൻ ചെയ്തു. ശരി, ഷാജഹാൻ ആരാ? നിങ്ങളുടെ അപ്പൂപ്പനാണോ? അല്ല. ഹീ കെയിം ഫ്രം സംവെയർ. തുർക്കിയിൽ നിന്നോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് വിദേശിയാണ്. നിങ്ങളുടെ മതത്തിൽപ്പെട്ടവനായി പോയിന്നേ ഉള്ളൂ. നിങ്ങളുടെ മതത്തിൽപ്പെട്ടവൻ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഞങ്ങൾക്കുള്ളതാണെന്ന് പറയുമോ? അത് ചെയ്യില്ലല്ലോ. കൊള്ളയടിച്ചതാണ്, കൊടുക്കടാ അത് തിരിച്ച്. അല്ല, അത് 1500 വർഷമായി, 2500 ആയാലും മോഷ്ടിച്ച മുതൽ തിരിച്ചു കൊടുക്ക്, കയ്യേറിയ മുതൽ തിരിച്ചു കൊടുക്ക്. ഇതല്ലേ യഥാർത്ഥ ഇസ്ലാം? ഇത് ഇവർ റിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ നിങ്ങളൊരു നെഗോസിയേഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ വെദർ യു ഗെറ്റ് 400 seats or 300 seats is immaterial. യുവർ സ്കിൽസ് ഇൻ കൺവിൻസിങ് ദിസ് പീപ്പിൾ, കീപ്പിംഗ് ദം എവേ. ആദ്യമേ ഇതിൽ നിന്ന് പുറത്താക്കേണ്ടത് ഈ ഹിസ്റ്റോറിയൻസ് ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസ്. അവന്മാരെ കവളം മടലിനോ കടലാമണക്കമ്പത്തിനോ അടിച്ച് ഓടിക്കണം. ഈ ഏരിയയിൽ കണ്ട മുട്ടുകല്ല് തയ്യോ ഓടിക്കുന്നില്ല, ഓടാം. ദെൻ യു ക്യാൻ ഹാവ് എൻ ഇക്വേഷൻ. ഇവന്മാരുള്ളിടത്തോളം കാലം നിശ്ചയം. ഇന്നിപ്പോൾ ഇവർ തുറന്നു പറഞ്ഞില്ലേ, ഇർഫാൻ ഹബീബ് തുറന്നു പറഞ്ഞു, ശരിയാണ്, ഞങ്ങളന്ന് ആ ഗെയിം കളിച്ചതാണ്. മുസ്ലിങ്ങൾ റെഡിയായിരുന്നു രാമജന്മഭൂമി വിട്ടുകൊടുക്കാൻ, ഞങ്ങൾ സമ്മതിച്ചില്ല. കഷ്ടമായി പോയി കേട്ടോ. ഇത് ഇർഫാൻ ഹബീബ് ഓൺ വീഡിയോ അയാൾ പറയുന്നു. ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത ദ്രോഹം. അതല്ലെങ്കിൽ എമ്പണ്ട് ഇതൊക്കെ തീർന്നു പോകേണ്ടതാണ്. അതുപോലെ വാരാണസിയും ഇതും ഹിമന്തയുടെ പ്രസംഗം ഒരു രാഷ്ട്രീയ പ്രസംഗമായി മാത്രം എടുത്താൽ രാഷ്ട്രീയ പോളമിക്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഒരു കൈയടി, വിത്ത് ഓൾ മൈ റെസ്പെക്ട്സ് ടു ദാറ്റ് മാൻ. എന്നാലും കാശി മധുര ബാക്കി ഹേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.